എന്റെ പ്രിയമുള്ളവരെ, ഈ പുണ്യമാന ദിനത്തിലാണല്ലോ നമ്മൾ നിലകൊള്ളുന്നത്. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ, ഈ പുണ്യമാന ദിനത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ മഹത്വങ്ങൾ ചെയ്യേണ്ട ദിനമാണ്. വളരെയധികം പ്രാധാന്യമുള്ള മഹത്വമുള്ള അല്ലാഹുവേ, വളരെയധികം ദുആക്ക് ഇജാബത്തുള്ള പുണ്യമാന ദിനമാണല്ലോ ഈ പുണ്യമായ രാത്രി എന്ന് പറയുന്നത്. അതുകൊണ്ട് വേണ്ട രൂപത്തിൽ നമ്മൾ ഉപയോഗപ്പെടുത്താൻ നമ്മൾ ശ്രമിക്കണേ. അല്ലാഹുവേ, നീ ഞങ്ങൾക്ക് തൗഫീഖ് തരണേ അല്ലാഹ്. പടച്ചറബ്ബേ, അല്ലാഹുവേ, നമ്മുടെ എല്ലാവിധ ആഗ്രഹങ്ങളും നമ്മുടെ വിഷമങ്ങളും നമ്മുടെ സങ്കടങ്ങളും എല്ലാം അല്ലാഹുവിന്റെ മുമ്പിൽ ഇന്നത്തെ രാത്രി നമ്മൾ പറഞ്ഞ ഈ സമയത്ത് നമ്മൾ ഒരുമിച്ച് കൂടിയിട്ട് പടച്ച തമ്പുരാനോട് നമ്മൾ ദുആ ചെയ്താൽ ഒരിക്കലും തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പ്രാർത്ഥന ഒരിക്കലും തട്ടിക്കളയില്ലല്ലോ. ഈ അടിമയുടെ പ്രാർത്ഥന അല്ലാഹു തആല കേൾക്കുമല്ലോ. ഇന്നത്തെ രാത്രി അങ്ങനെയാണ് ഉമ്മ, ഇന്നത്തെ രാത്രി അങ്ങനെയാണ് എൻ്റെ വാപ്പ. ഇന്ന് പരിശുദ്ധമായ ദുൽഹിജ്ജ മാസം നമ്മളിലേക്ക് കടന്നു വന്നു. ആ ദുൽഹിജ്ജയിലെ 10 ദിനങ്ങൾ വളരെയധികം ദുആക്ക് ഇജാബത്തുള്ള രാത്രിയാണെന്ന് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. ആ രാത്രികളാണ് ഇന്ന് നമ്മൾ നിലകൊള്ളുന്നത്. ആ രാത്രികളിലാണ് നമ്മൾ ഇന്ന് ഇങ്ങനെ നിലകൊള്ളുന്നത്. എൻ്റെ പ്രിയമുള്ളവരെ, അതുകൊണ്ട് നമ്മുടെ വിഷമങ്ങളും നമ്മുടെ സങ്കടങ്ങളും നമ്മുടെ എല്ലാ സന്തോഷങ്ങളും അല്ലാഹുവിന്റെ മുമ്പിൽ ഇന്നത്തെ രാത്രി നമ്മൾ പറഞ്ഞാ അതിന്റെ വളരെയധികം പ്രതിഫലമുണ്ടല്ലോ. നമ്മുടെ കാര്യങ്ങൾ അല്ലാഹു തആല വീട്ടിൽ തരുമല്ലോ. അല്ലാഹുവേ, ഇന്നത്തെ രാത്രി പരിശുദ്ധമായ മക്കയിലോ പരിശുദ്ധമായ മദീനയിലോ ആ പരിശുദ്ധമായ മക്കയിലെ ഹാജിമാരെല്ലാവരും വലിയ മഹത്വത്തിനാണല്ലോ. പടച്ചറബ്ബേ, ഒരുപാട് നന്മകൾ അവരിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹുവേ, വളരെയധികം പവിത്രമുള്ള ദിനമാണ് ഇന്നത്തെ ദിനമെന്ന് പറയുന്നത്. അല്ലാഹുവേ, മക്ക ഇന്ന് വല്ലാത്ത സന്തോഷത്തിലോ. കാരണം ലോകത്തിന്റെ നാനാദിക്കുകളിൽ നിന്ന് ഒരുപാട് ഹാജിമാര് ഹാജിമ്മമാർ അവിടെ എത്തിയിരിക്കുകയാണല്ലോ. പടച്ചറബ്ബേ, 6 മാസം പ്രായം മുതലോ 130 വയസ്സ് പ്രായം വരെയുള്ള ഉമ്മാമ വരെ ഇന്ന് പരിശുദ്ധമായ മക്കയിലുണ്ടോ, പരിശുദ്ധമായ പുണ്യമാന ദിനത്തിലുണ്ടോ. പടച്ചറബ്ബേ, ആ പുണ്യമായ ഗേഹത്തിലേക്ക് കടന്നു ചെന്നിരിക്കുക. എന്തിനാ ഉമ്മ പോയിരിക്കുന്നതോ, എന്തിനാ പോയിരിക്കുന്നതോ? അല്ലാഹുവേ, പടച്ചറബ്ബേ, അല്ലാഹുവിന്റെ ഏറ്റവും വലിയ മഹത്വം നേടിയെടുക്കാനാണല്ലോ. അല്ലാഹുവിന്റെ ഏറ്റവും വലിയ മഹത്വം നേടിയെടുക്കാനാണല്ലോ. ഈ ദുനിയാവിൽ ജീവിക്കുമ്പോൾ ഒരുപാട് സമ്പത്ത് അല്ലാഹു നൽകിയിട്ടുണ്ട്, ഒരുപാട് സൗകര്യം അല്ലാഹു നൽകിയിട്ടുണ്ട്. പടച്ചറബ്ബേ, ഒരുപാട് കഴിവ് അല്ലാഹു തആല നൽകിയിട്ടുണ്ട്. എന്നിട്ടും പരിശുദ്ധമായ ഹജ്ജ് ചെയ്യാൻ ഭാഗ്യം ലഭിക്കാത്ത എത്രയോ ആളുകളുണ്ടെന്നറിയോ? അതേപോലെ തന്നെ പടച്ചറബ്ബേ, ഒരു ഉംറ പോലും നിർവഹിക്കാൻ കഴിയാത്ത എത്രയോ ആളുകളുണ്ട്. ഒരുപാട് സമ്പത്തും അധികാരം ഉണ്ടായിട്ട് കാര്യമില്ല. തൗഫീഖ് വേണമമ്മ, നമുക്ക് തൗഫീഖ് വേണം ബാബാ. ആ തൗഫീഖിന് വേണ്ടിയിട്ട് നമ്മൾ ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യണേ. അല്ലാഹുവിന്റെ മുമ്പിൽ നമ്മുടെ കരങ്ങൾ ഉയർത്തിയിട്ട് നമ്മൾ ദുആ ചെയ്യണേ. അല്ലാഹുവേ, നീ ഞങ്ങൾക്ക് തൗഫീഖ് തരണേ അല്ലാഹ്. നീ ഞങ്ങൾക്ക് തൗഫീഖ് തരണേ അല്ലാഹ്. പടച്ചറബ്ബേ, ഇന്ന് ഹാജിമാർ ഓരോരുത്തരും അവിടുത്തെ കരങ്ങൾ ഉയർത്തിയിട്ടോ പടച്ചറബ്ബേ, ഈ സമൂഹത്തിന് വേണ്ടിയിട്ട് പ്രാർത്ഥന നടത്തുമ്പോ ഈ പാപികളായ ഞങ്ങളെയും നീ അതിൽ ഉൾപ്പെടുത്തണേ അല്ലാഹ്. ഞങ്ങളെയും ഉൾപ്പെടുത്തണേ അല്ലാഹ്. ഉമ്മ, ഇന്ന് പരിശുദ്ധമായ വെള്ളിയാഴ്ച രാവാണല്ലോ. വാപ്പ, ഇന്ന് പരിശുദ്ധമായ വെള്ളിയാഴ്ച രാവാണല്ലോ. ഈ പുണ്യമാന ദിനത്തിൽ നമ്മൾ അൽ-കഹ്ഫ് സൂറത്ത് ഓതാറുണ്ടല്ലോ. എന്തെല്ലാം നന്മകളാണ് ഈ പരിശുദ്ധമായ ദിനത്തിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്നത്. ആ നന്മകൾ മുഴുവനും നീ അധികരിപ്പിച്ചോ, ആ നന്മകൾ മുഴുവനും നീ അധികരിപ്പിച്ചോ. അല്ലാഹുവേ, പരിശുദ്ധമായ ദിനത്തിലോ ഇന്നത്തെ
ഇന്നത്തെ ദിനത്തിലുണ്ടല്ലോ അല്ലാഹുവേ സുബഹി നമസ്കാരത്തിലേക്ക് നമ്മൾ കടന്നു പോകുമ്പോ അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അവിടുന്ന് പറയുകയാ ഇന്ന ഖുർആനൽ ഫജ്രി കാന മശ്ഹൂദാ പ്രഭാത നമസ്കാരം നമ്മളിലേക്ക് കടന്നു വരുമ്പോ ആ പ്രഭാത നമസ്കാരത്തിലോ പടച്ചുറപ്പേ മലക്കുകളെ സാക്ഷിയാക്കിയിട്ടാണ് ഖിറാഅത്ത് മലക്കുകളെ സാക്ഷിയാക്കിക്കൊണ്ടാണെന്ന് വിശുദ്ധമായ ഖുർആൻ അവിടുന്ന് പറയുമ്പോൾ അല്ലാഹ് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ഉമ്മ ഇന്ന് നമസ്കാരത്തിന് ഇന്ന് ഇശാ നമസ്കാരം കഴിഞ്ഞു നാളെ സുബഹിലേക്ക് നമ്മൾ കടന്നു പോകുമ്പോ അല്ലാഹുവിന്റെ മലക്കുകളുടെ സാന്നിധ്യം നമ്മുടെ കൂടെയുണ്ടല്ലോ അല്ലാഹുവിന്റെ മലക്കുകളുടെ സാന്നിധ്യം നമ്മുടെ കൂടെയുണ്ടല്ലോ എന്ന് അല്ലാഹുവിന്റെ വിശുദ്ധമായ ദീന് നമ്മെ പഠിപ്പിക്കുകയാ റസൂലുള്ള നമ്മെ പഠിപ്പിക്കുകയാണല്ലോ അതുകൊണ്ട് ഇന്നത്തെ രാത്രി ഉണ്ടല്ലോ വളരെയധികം മഹത്വമുള്ള രാത്രിയാണെന്ന് റസൂലുള്ള പഠിപ്പിച്ചിട്ടുണ്ടല്ലോ അതുകൊണ്ട് ഇന്നത്തെ രാത്രിയിൽ എല്ലാ നന്മകളും ചെയ്തോ ഒരുപാട് ദിക്റുകൾ അധികരിപ്പിച്ചോ ഒരുപാട് സ്വലാത്തുകൾ ചൊല്ലിക്കോ ഒരുപാട് നന്മകൾ പറഞ്ഞോ എന്തെല്ലാം നന്മകൾ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ചെയ്യാൻ കഴിയുന്നുണ്ടോ ആ നന്മ മുഴുവനും എന്റെ പ്രിയമുള്ളവരെ നമ്മൾ ചെയ്യാനുള്ള മനസ്സ് കാണിച്ചോ നമ്മുടെ ഹൃദയത്തെ അതിന് വേണ്ടിയിട്ട് പാകപ്പെടുത്തിക്കോ അല്ലാഹുവേ നീ ഞങ്ങൾക്ക് തൗഫീഖ് തരണേ അല്ലാഹ് ഇന്നത്തെ രാത്രി വളരെ ഇജാബത്തുള്ള രാത്രിയാണല്ലോ റബ്ബേ ഞങ്ങൾ അറിഞ്ഞും അറിയാതെയും ഒക്കെ ഒരുപാട് തെറ്റുകുറ്റങ്ങൾ ചെയ്തിട്ടുണ്ട് അല്ലാഹ് എല്ലാം നീ പുറത്തു തരണേ അല്ലാഹ് എല്ലാം നീ പുറത്തു തരണേ അല്ലാഹ് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ഉമ്മ ഇന്നത്തെ രാത്രിയിലോ നമ്മൾ ഇന്ന് ചൊല്ലിയ അസ്മാഉൽ ഹുസ്നയുണ്ടല്ലോ ഇന്ന് നമ്മൾ ചൊല്ലിയ അസ്മാഉൽ ഹുസ്നയുണ്ടല്ലോ ആ പരിശുദ്ധമായ അസ്മാഉൽ ഹുസ്ന അല്ലാഹുവിന്റെ പരിശുദ്ധമായ പടച്ചുറപ്പേ 99 നാമങ്ങള് ഈ പുണ്യമായ നാമങ്ങൾ ജീവിതത്തിൽ പകർത്തിക്കോ ഓരോ രാത്രികളിൽ നമ്മൾ ഇത് ചൊല്ലിക്കോ ഓരോ പുണ്യദിനത്തിലും ഈ പരിശുദ്ധമായ അമൽ ചെയ്യാൻ ഈ പരിശുദ്ധമായ പടച്ചുറപ്പേ അസ്മാഉകൾ ചൊല്ലാനുള്ള മനസ്സ് കാണിച്ചോ നമ്മുടെ ഏത് കാര്യങ്ങളുണ്ടോ നമ്മുടെ പ്രയാസങ്ങളുണ്ടോ നമ്മുടെ വേദനകളുണ്ടോ എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല തീർത്തു തരുമല്ലോ മനസ്സിനകത്ത് തിങ്ങി നിൽക്കുന്ന നമ്മുടെ വിഷമങ്ങൾക്ക് ഈ അസ്മാഉൽ ഹുസ്ന പരിഹാരമാണ് ഉമ്മ പരിശുദ്ധമായ അസ്മാഉൽ ഹുസ്ന നമുക്ക് പരിഹാരമാണല്ലോ അല്ലാഹുവേ എന്ത് തന്നെ അല്ലാഹുവിന്റെ മുമ്പിൽ നമുക്ക് പറയാനുണ്ടെങ്കിലും പരിശുദ്ധമായ അസ്മാഉൽ ഹുസ്ന ചൊല്ലിയിട്ട് നമ്മൾ ദുആ ചെയ്താ ആ ദുആക്ക് അല്ലാഹു തആല ഇജാബത്ത് തരുമല്ലോ അല്ലാഹുവേ എന്തെല്ലാം ദിക്റുകളാണ് നിങ്ങളെ കൊണ്ട് ചെയ്യാൻ കഴിയുന്നത് ആ ദിക്റുകൾ ഈ പുണ്യമായ രാത്രിയിൽ നമ്മൾ ചൊല്ലണേ എന്തെല്ലാം സ്വലാത്തുകൾ നമുക്ക് ചൊല്ലാൻ കഴിയുമോ സ്വലാത്തുകൾ ചൊല്ലിക്കോ ഉമ്മ സ്വലാത്തുകൾ ചൊല്ലിക്കോ ഉമ്മ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സ്വഹാബത്ത് അവിടുന്ന് ചോദിക്കുന്നുണ്ട് യാ റസൂലല്ലാഹ് ഇന്നത്തെ രാത്രിയിൽ ഞങ്ങൾ ഏറ്റവും കൂടുതൽ അധികരിപ്പിക്കേണ്ട കാര്യം എന്താണ് നബിയേ ഏറ്റവും കൂടുതൽ അധികരിപ്പിക്കേണ്ട കാര്യം എന്താണ് നബിയേ എന്നവിടുന്ന് റസൂലുള്ളാഹിനോട് ചോദിക്കുമ്പോൾ അവിടുന്ന് റസൂലുള്ള പറയുകയാ റസൂലുള്ള പറയുകയാ തക്ബീര വത്തഹ്ലീല വത്തഹ്മീദ വത്തസ്ബീഹ ഇന്നത്തെ രാത്രി ഒരുപാട് തക്ബീർ അധികരിപ്പിച്ചോ ഒരുപാട് തഹ്ലീലുകൾ അധികരിപ്പിച്ചോ ഒരുപാട് തഹ്മീദുകൾ ഹംദ് നിങ്ങൾ പറയണേ ഒരുപാട് തസ്ബീഹ് നിങ്ങൾ പറയണേ എന്നാ അതാ മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടുന്ന് പറയുകയാണല്ലോ അതുകൊണ്ട് ഇന്നത്തെ രാത്രിയിൽ നമ്മൾ അധികരിപ്പിക്കേണ്ട ഒരു പവിത്രമായ പുണ്യമായ പടച്ചുറപ്പേ ഇതെല്ലാം കൂടിച്ചേരുന്ന ഒരു ദിക്ർ ഞാൻ പറഞ്ഞു തരാം ഉമ്മ
നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം. ഈ പരിശുദ്ധമായ വചനത്തിന്റെ പ്രത്യേകത എന്താണെന്നറിയോ? ഈ പരിശുദ്ധമായ വചനത്തിന്റെ പ്രത്യേകത എന്താണെന്നറിയോ? പടച്ചറബ്ബേ, പരിശുദ്ധമായ ഖുർആൻ കഴിഞ്ഞ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലെ വചനങ്ങൾ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ അല്ലാഹു തആല മഹത്വം കൊടുത്തിട്ടുള്ള വചനങ്ങളാണല്ലോ ഇത്. ഈ വചനങ്ങളെ കുറിച്ചിട്ടാണ് ഉമ്മ പറയുന്നത്. അല്ലാഹുവേ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ പടച്ച റബ്ബേ സുബഹി നമസ്കാരം കഴിഞ്ഞിട്ട് തന്റെ വീട്ടിലേക്ക് ഇങ്ങനെ കടന്നു വരികയാ. ആയിഷത്ത് സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹാ പടച്ച റബ്ബേ അതാ അവിടുന്ന് ഒരുപാട് ദിക്റുകളെ കൊണ്ട് തസ്ബീഹുകളെ കൊണ്ട് മഹത്വങ്ങളെ കൊണ്ട് അതാ ആയിഷത്ത് സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹ ഇരിക്കുകയാണ്. അവിടെ നിന്നതാ റസൂലുള്ളാഹി ഇങ്ങനെ നോക്കുമ്പോ പടച്ച റബ്ബേ തന്റെ പ്രിയപ്പെട്ട ഭാര്യ വല്ലാത്ത ദിക്റിലാണല്ലോ. അത് പ്രയാസപ്പെടുത്തണ്ടെന്ന് വിചാരിച്ചിട്ട് റസൂലുള്ളാഹി അതാ പടച്ച റബ്ബേ അതാ പുറത്തേക്ക് തന്നെ പോവുകയാണോ. അതാ പുറത്തേക്ക് തന്നെ കടന്നുപോയ റസൂലുള്ളാഹി ദുഹറിന്റെ വാങ്ക് വിളിച്ചിട്ടോ, ദുഹറിന്റെ വാങ്ക് വിളിക്കുന്നതിന്റെ തൊട്ട് മുമ്പായിട്ടോ, ദുഹാ നമസ്കാരത്തിന്റെ സമയം കഴിഞ്ഞിട്ടോ അതാ അവിടുന്ന് പടച്ച റബ്ബേ റസൂലുള്ളാഹി ഇങ്ങനെ കടന്നു വരികയാ. റസൂലുള്ളാഹി കടന്നു വരികയാണല്ലോ. അല്ലാഹുവേ, റസൂലുള്ളാഹി കടന്നു വരികയാ. വന്നപ്പോഴും മഹദിയായ ആയിഷത്ത് സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹാ ഒരുപാട് ദിക്റുകളെ കൊണ്ട് ഇങ്ങനെ തന്റെ ഹൃദയത്തെ ധന്യമാക്കുകയാണ്. അല്ലാഹുവിന്റെ മുമ്പിൽ പൊട്ടിക്കരഞ്ഞിട്ട് പടച്ച റബ്ബേ കണ്ണുനീരിലിരിക്കുകയാണല്ലോ. അവിടുന്ന് ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയോട് അതാ അവിടുന്ന് പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാ, യാ ആയിഷ, ഇത്രയും നീ സമയം ഒരുപാട് ദിക്റിലാണല്ലോ, ഒരുപാട് തസ്ബീഹ് ചൊല്ലിയല്ലോ, ഒരുപാട് ദിക്റുകൾ പറഞ്ഞുവല്ലോ, ഒരുപാട് നന്മകൾ നീ ഇത്രയും സമയം ഞാൻ നിങ്ങൾ പറഞ്ഞുവല്ല ആയിഷ. അതിനേക്കാളും കുറഞ്ഞ സമയങ്ങളെ കൊണ്ട് ഒരുപാട് സമയം നീ ചെല്ലാതെ പടച്ച റബ്ബേ കുറഞ്ഞ സമയങ്ങളെ കൊണ്ട് തന്നെ ഈ പറഞ്ഞ നീ ഇരുന്നത് മുതൽ ഈ എണീറ്റത് വരെയുള്ള സമയത്ത് നീ ചെയ്ത നന്മകളുണ്ടല്ലോ, അതിനേക്കാളും പ്രതിഫലം അർഹിക്കുന്ന പ്രതിഫലം ലഭിക്കുന്ന ഒരു നന്മ ഞാൻ നിനക്ക് പറഞ്ഞു തരാം ആയിഷ. പടച്ച റബ്ബേ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയോട് പറയുകയാ, ആയിഷ നീ ചൊല്ലണേ സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയുൽ അദീം എന്ന പരിശുദ്ധമായി പുണ്യമാന വചനമുണ്ടല്ലോ. ഈ വചനം നീ ചൊല്ലിക്കഴിഞ്ഞാൽ സുബഹി നമസ്കാരം മുതൽ ഇത്രയും സമയം വരെ നീ ഒരുപാട് ദിക്റ് ചൊല്ലിയല്ലോ, ഒരുപാട് നന്മകൾ ചെയ്തുവല്ലോ. ഇതിനെ കാണും അല്ലാഹു നിനക്ക് പ്രതിഫലം നൽകുന്ന അമലാണ് ആയിഷ എന്നവിടുന്ന് പടച്ച റബ്ബേ റസൂലുള്ളാഹി പഠിപ്പിക്കുകയാണ്. റസൂലുള്ളാഹി അവിടുന്ന് പഠിപ്പിക്കുകയാണ്. എന്ന് പറഞ്ഞ സുബഹി മുതൽ ദുഹാ നമസ്കാരത്തിന്റെ സമയം തീരുന്നത് വരെ അവിടുന്ന് ദിക്റുകളും തസ്ബീഹുകളും ചൊല്ലിയതുണ്ട്. അപ്പുറത്തേക്കാണ് പടച്ച തമ്പുരാന് പ്രതിഫലം കൊടുക്കുന്നത്. ഈ പുണ്യമായ ദിക്റിന്റെ ഉമ്മ ഇന്നത്തെ രാത്രി നമ്മൾ ചൊല്ലിക്കോ, ഇന്നത്തെ ദിനത്തിൽ നമ്മൾ ചൊല്ലിക്കോ. അല്ലാഹു തആല ഒരുപാട് മഹത്വങ്ങൾ നൽകുന്നതാണ്. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ, അവിടുന്ന് എൻ്റെ പ്രിയമുള്ളവരെ ഖുർആനിന്റെ വചനങ്ങളെ മഹത്വം കഴിഞ്ഞാൽ പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും മഹത്വം കൽപ്പിച്ച വചനമാണിത്, അല്ലേ? പരിശുദ്ധമായ പുണ്യമായ സുബഹി നമസ്കാരം കഴിഞ്ഞിട്ട് ഒരാൾ ദിക്റിലിരുന്നു, എന്നിട്ട് അവൻ എണീക്കുന്നത് എപ്പോഴാ? പടച്ച റബ്ബേ പരിശുദ്ധമായ ദുഹാ നമസ്കാരത്തിന്റെ സമയം കഴിഞ്ഞിട്ടാണ്.
അത്രയും ദൈർഘ്യം അവൻ അല്ലാഹുവേ ദിക്റിലും തസ്ബീഹിലുമായിട്ട് ഇരുന്നാൽ അതിനേക്കാളും അല്ലാഹു തആല ഒറ്റ നിമിഷം കൊണ്ട് അത് ആ തുടക്കം മുതൽ ഒടുക്കം വരെ ഇരിക്കുന്നതിന്റെ പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുക്കുന്ന പുണ്യമാന ഒരൊറ്റ അമലാണ്. എൻ്റെ പ്രിയമുള്ളവരെ, റസൂൽ നമ്മെ പഠിപ്പിക്കുന്നത്. അല്ലാഹു തആല നമുക്ക് തൗഫീഖ് തരട്ടെ. അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ ഈ പുണ്യ ദിക്ർ പതിവാക്കാൻ, ഈ പുണ്യ ദിക്റിന്റെ മഹത്വം മനസ്സിലാക്കാൻ അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. എൻ്റെ പ്രിയമുള്ളവരെ, അതേപോലെ തന്നെ മറ്റൊരു കാര്യം ഇന്നത്തെ ദിവസത്തിൽ നമുക്ക് പറയാനുള്ളത്. ഇന്നത്തെ ദിവസം നമുക്ക് പറയാനുള്ളത് ഒരു ഹദീസ് നമ്മൾ പഠിക്കുകയാണ്. അല്ലാഹു തആല ഹദീസിനെ മനസ്സിലാക്കാൻ അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. എൻ്റെ പ്രിയമുള്ളവരെ, അബീ ഉമാമ റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് പറയുന്നുണ്ട്, മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നതായിട്ട്, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഈ ദുനിയാവിൽ നമ്മൾ ജീവിക്കുമ്പോൾ ഒരാളുടെയും ഹക്ക് നമ്മൾ എടുക്കാൻ പാടില്ല. ഒരാളുടെ ഹക്കിൽ നമ്മൾ കൈകടത്താൻ പാടില്ല. മറ്റൊരാളുടെ ഹക്കിൽ പോയിട്ട് നമ്മൾ കൈകടത്തിയിട്ട് നമ്മുടെ ജീവിതം തന്നെ നമ്മൾ പരാജയപ്പെടുത്താൻ പാടില്ല, അല്ലേ? മറ്റുള്ളവരുടെ ഹക്ക് എന്ന് പറഞ്ഞാൽ നാളെ അള്ളാഹിന്റെ മുമ്പിൽ ചെല്ലുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെക്കുറിച്ച് നമ്മളോട് ചോദിക്കും, അല്ലേ? നമ്മൾ മറ്റൊരാളുടെ ഹക്കിൽ തൊടാൻ പാടില്ല. എന്ത് തന്നെ ദുനിയാവിന്റെ തൊലിക്കുകളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ ചെയ്താലും പടച്ചുറപ്പെ മറ്റൊരാളുടെ സമ്പത്ത് അപഹരിക്കുക, മറ്റുള്ളവരുടെ കുറ്റം പറയാം, മറ്റുള്ളവരോട് വാക്കുകൊണ്ട് എന്തെങ്കിലും ഇതൊന്നും പാടില്ല, അല്ലെ? അല്ലാഹു തആല നമുക്ക് നല്ല മനസ്സ് അല്ലാഹു നൽകട്ടെ, നല്ല ബോധം അല്ലാഹു തആല നൽകി അനുഗ്രഹിക്കട്ടെ. എൻ്റെ പ്രിയമുള്ളവരെ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാ, എൻ്റെ ഉമ്മ ഈ ഹദീസ് നല്ലവണ്ണം ശ്രദ്ധിക്കണം. നമ്മുടെ ജീവിതത്തിൽ വളരെയധികം നമ്മൾ പകർത്തേണ്ട, നമ്മുടെ ഹൃദയത്തോട് ചേർത്ത് വെക്കേണ്ട ഒരു ഇൽമാണ് ഉമ്മ. അതാവിടുന്ന് അബീ ഉമാമ റളിയല്ലാഹു തആല അൻഹു, അതാവിടുന്ന് അബീ ഉമാമ റളിയല്ലാഹു തആല അൻഹു പറയുകയാ, ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഒരു മുസ്ലിം എങ്ങാനും പടച്ചുറപ്പേ, ഒരു മുസ്ലിമിന്റെ അവകാശം എങ്ങാനും നമ്മൾ എടുത്തു കഴിഞ്ഞാൽ, ഒരു മുസ്ലിമിന്റെ സ്വത്തെങ്ങാനും നമ്മൾ എടുത്തു കഴിഞ്ഞാൽ, അവന്റെ പടച്ചുറപ്പേ എന്തെങ്കിലും നമ്മളെങ്ങാനും എടുത്തു കഴിഞ്ഞാൽ, ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാ, എന്നിട്ട് അവിടുന്ന് പടച്ചുറപ്പേ എന്റേതാണെന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ടോ, എന്റേതാണെന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് അവന് സാക്ഷിയെ കൊണ്ടുവരികയാണ്, അല്ലെങ്കിലും അവനതിനുള്ള തെളിവുകൾ മറ്റെന്തെങ്കിലും രേഖപ്പെടുത്തുകയാണ്. ഇത് എന്റെ തന്നെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് പടച്ചുറപ്പേ സ്വത്തിന് വേണ്ടിയിട്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും വാദത്തിന് വേണ്ടിയിട്ടോ സാക്ഷികളെയോ അല്ലെങ്കിൽ എന്തെങ്കിലും തെളിവുകളോ കൊണ്ടുവരികയോ, സത്യത്തിൽ അതൊരു മറ്റൊരു മുസ്ലിമിൻ്റെതാണല്ലോ, സത്യത്തിൽ അത് മറ്റൊരാളതാണല്ലോ. അതാ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ നിന്ന് പറയുകയാ, ഹറമല്ലാഹു അലൈഹിൽ ജന്ന, അങ്ങനെ എങ്ങാനും ജീവിച്ചിരിക്കുന്ന ആളുകളുണ്ടല്ലോ, അവർക്ക് പടച്ച തമ്പുരാന്റെ സ്വർഗ്ഗലോകമില്ല, അല്ലാഹുവിന്റെ പരിശുദ്ധമായ സ്വർഗ്ഗം അവർക്ക് ഹറാമാണെന്ന് അതാവിടുന്ന് റസൂലുള്ളാഹി പറയുകയാണ്. എത്രയോ ആളുകൾ പറയാറുണ്ടല്ലോ, ഉസ്താദേ എന്റെ ഉമ്മാന്റെ സ്വത്ത് എനിക്ക് ലഭിക്കാനുണ്ട്, ഉമ്മയുടെ ആങ്ങളമാരത് പിടിച്ചു വെച്ചിരിക്കുകയാണ്, ഉസ്താദേ എന്റെ പിതാവിന്റെ സ്വത്ത് എനിക്ക് കിട്ടാനുണ്ട്, അല്ലാഹുവേ പിതാവിന്റെ ജ്യേഷ്ഠാനുജന്മാര് സ്വത്ത് പിടിച്ചു വെച്ചിരിക്കുകയാണ്. അങ്ങനെ പറയുന്ന എത്രയോ ആളുകളുണ്ടല്ലോ. അല്ലാഹുവേ പടച്ചുറപ്പേ, ഉമ്മ അങ്ങനത്തെ ആളുകളുണ്ടെങ്കിലോ, അങ്ങനത്തെ വാപ്പമാരുണ്ടെങ്കിലോ, അങ്ങനത്തെ സഹോദരങ്ങളുണ്ടെങ്കിലോ നിങ്ങൾ നമസ്കരിച്ചിട്ട് കാര്യമില്ല, നോമ്പെടുത്തിട്ട് കാര്യമില്ല. പടച്ചുറപ്പേ, എത്ര വലിയ വിഷമങ്ങൾ ദുനിയാവിന്റെ തൊലിക്കുമുകൾ നിങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിലോ, എത്രയോ സമ്പത്ത് നിങ്ങളുടെ കൈവശമുണ്ടായിട്ടോ അത് ആരാന്റെ ഹക്ക് കലർന്നതാണെങ്കിലോ, നമ്മുടെ കൂടെ പിറപ്പുകൾ, നമ്മുടെ കൂട്ടുകാരുടെ, നമ്മുടെ നാട്ടുകാരുടെ
പടച്ചുറപ്പേ നമ്മുടെ കുടുംബക്കാരുടെ ഹക്കെങ്ങാനും കലർന്നതാണെങ്കിലോ ഒരിക്കലും തന്നെ നിങ്ങളുടെ പ്രയാസങ്ങൾ അല്ലാഹു തആല മാറ്റി തരുന്നതല്ല, നിങ്ങളുടെ വേദനകൾക്ക് അല്ലാഹു തആല അറുതി തരുന്നതല്ല, നിങ്ങളുടെ വിഷമങ്ങൾ ഒരിക്കലും ശമിക്കുന്നതല്ല. പള്ളിയിലെ ഉസ്താദിന്റെ കയ്യിൽ കൊണ്ടുപോയിട്ടോ 1000-10,000 രൂപ കൊടുത്തിട്ടോ പള്ളിക്ക് സ്വതക്ക കൊടുത്തിട്ടോ പടച്ചുറപ്പേ മദ്രസക്ക് സംഭാവന കൊടുത്തിട്ടോ അല്ലാഹു ഒരുപാട് ദുആ ചെയ്യണം ഉസ്താദ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. നിങ്ങളുടെ ജീവിതത്തിൽ മറ്റുള്ളവരുടെ ഹക്ക് നിങ്ങളുടെ ജീവിതത്തിൽ കലർന്നോ, നിങ്ങളുടെ സമ്പത്തിലുണ്ടെങ്കിലോ പടച്ചുറപ്പേ അത് ശുദ്ധിയാക്കാതെ നിങ്ങൾ എത്ര ദുആ ചെയ്തിട്ടും തന്നെ കാര്യമില്ലല്ലോ, നിങ്ങൾ ദുആ ചെയ്തിട്ട് കാര്യമില്ലല്ലോ. അല്ലാഹ് നിങ്ങളെ മക്കളെ കൊണ്ട് നിങ്ങളെ പരീക്ഷിക്കുന്നതാണ്, അല്ലാഹ് നിങ്ങളെ മക്കളെ കൊണ്ട് നിങ്ങളെ പരീക്ഷിക്കുന്നതാ. അല്ലാഹ് മാരകമായ രോഗങ്ങൾ തരികയാണ്. പടച്ചുറപ്പേ കുറച്ചു കാലം ചിലപ്പോ നിനക്ക് സുഖം തോന്നിയേക്കാം, നിനക്ക് മറ്റുള്ളവന്റെ ഒരുപാട് സമ്പത്ത് നിന്റെ കയ്യിലുണ്ടല്ലോ, ഒരുപാട് സമ്പത്ത് നിന്റെ കയ്യിലുണ്ടല്ലോ, അതുകൊണ്ട് പടച്ചുറപ്പ് കുറച്ചൊക്കെ നിനക്ക് സുഖം തന്നേക്കാം. പടച്ചുറപ്പേ കുറച്ച് കഴിഞ്ഞ നിന്നെ അല്ലാഹ് ഒരു പിടുത്തം പിടിക്കും ചെറുപ്പക്കാരാ, നിന്നെ അല്ലാഹ് ഒരു പിടുത്തം പിടിക്കും വാപ്പാ. അതുകൊണ്ടുണ്ടല്ലോ അല്ലാഹുവേ നീ കിടന്നിട്ട് പെടയുമല്ലോ, നീ കിടന്നിട്ട് പെടയുമല്ലോ. അല്ലാഹ് നീ എന്റെ സമയത്തെ ഒന്ന് നീട്ടിക്കൊണ്ട അല്ലാഹ് എന്റെ അവകാശികൾക്ക് ഞാൻ കൊടുത്തുകൊള്ളമല്ലാ, അവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഇതെല്ലാം വീതിച്ചു കൊള്ളാം, എനിക്ക് കുറച്ച് സമയം കൂടെ നീട്ടിത്തരണേ എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ അടിമകളായ നമ്മളോ അതാ നമ്മൾ കെഞ്ചുന്ന സമയമുണ്ടല്ലോ, ആ സമയത്തിന് വേണ്ടി കാത്തു നിൽക്കണ്ട. ഏതെങ്കിലും സമ്പത്ത് നിന്റെ അവകാശികളുടെ നിന്റെ സ്വത്തിലുണ്ടെങ്കിലോ, നിന്റെ ആർക്കെങ്കിലും കൊടുത്തു വീട്ടാനുണ്ടെങ്കിലോ, നിന്റെ വാപ്പാന്റെ പെങ്ങന്മാർക്ക് കൊടുക്കാനുണ്ടെങ്കിലോ, നിന്റെ വാപ്പാന്റെ അനിയന്മാർക്ക് കൊടുക്കാനുണ്ടെങ്കിലോ, നിന്റെ ഉമ്മാന്റെ സ്വന്തക്കാർക്ക് കൊടുക്കാനുണ്ടെങ്കിലോ അത് കൊടുത്ത് വീട്ടിക്കോ. അല്ലെങ്കിൽ നിന്റെ തലമുറകളുണ്ടല്ലോ, നീ മാത്രമല്ല ഇതിന്റെ ഭവിഷ്യത്ത് അനുഭവിക്കുക, നിന്റെ തലമുറകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് കാരണത്താൽ അവിടുന്ന് പിടികൂടുമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പഠിപ്പിക്കുകയാണ്. വീണ്ടും അതാ റസൂലുള്ളാഹി പറയുകയാണ്, വഅജബലഹുന്നാ നിനക്ക് അല്ലാഹുവിന്റെ നരകം നിർബന്ധമാ, നിനക്ക് സ്വർഗം ഹറാമാക്കിയിരിക്കുകയാണ്, നിനക്ക് നരകം ഹലാലാക്കിയിരിക്കുകയാണല്ലോ, നീ നിർബന്ധമായിട്ടും നരകത്തിന്റെ അടിത്തട്ടിലേക്ക് കടക്കേണ്ടവനാണ്, നിന്നെ നരകത്തിന്റെ ഉള്ളറയിലേക്ക് വലിച്ചെറിയുമെന്നോ അവിടുന്ന് റസൂലുള്ളാഹി പറയുകയാണ്. അവിടുന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോ ഈ ഹദീസ് അവിടുന്ന് പറയുന്ന സമയത്തോ, ഈ കാര്യം അവിടുന്ന് ചോദിക്കുന്ന സമയത്തോ, ഇത് സഹാബത്തിലേക്ക് കൈമാറുമ്പോ അവിടുന്ന് സഹാബത്ത് അവിടുന്ന് സഹാബത്ത് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ് ഫഇൻ കാന ശൈഅൻ യസീറൻ യാ റസൂലല്ലാഹ്, കട്ടത് ചെറിയ വസ്തുവാണെങ്കിലോ നബിയേ, മറ്റുള്ളവരുടെ ഹക്ക് കൊടുത്തു വീട്ടാനുള്ളത് അത് ചെറിയൊരു വസ്തുവാണെങ്കിലോ നബിയേ, അവിടുന്ന് റസൂലുള്ളാഹി പറയുകയാണ്, വഇൻ ഖലീബൻ മിൻ അതൊരു അറാക്കിൽ നിന്നുള്ള ചെറിയ കഷ്ണമാണെങ്കിലും, അതൊരു അറാക്കിൽ നിന്നുള്ള ചെറിയൊരു കഷ്ണമാണെങ്കിലും അങ്ങനെ തന്നെയാണ് സഹാബ, അതിന്റെ കാര്യം അങ്ങനെ തന്നെയാണ് സഹാബ എന്നോ അതാവിടുന്നു പടച്ചുറപ്പേ പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിക്കുകയാണ്. എന്റെ പ്രിയമുള്ളവരെ, അതുകൊണ്ടാ പറയുന്നത്,
നമ്മൾ ആർക്കെങ്കിലും സ്വത്ത് കൊടുക്കാനുണ്ടെങ്കിലോ ആർക്കെങ്കിലും കടം വീട്ടാനുണ്ടെങ്കിലോ പടച്ചറബ്ബേ എത്രയും പെട്ടെന്നതെല്ലാം കൊടുത്തു വീട്ടിക്കോ, അത് കൊടുത്തു വീട്ടിക്കോ. അല്ല എങ്കിലോ പടച്ചു തമ്പുരാന്റെ മുമ്പിൽ നമ്മൾ ചെല്ലുന്ന സമയത്ത്, അള്ളാന്റെ മുമ്പിലേക്ക് നമ്മൾ കടന്നു ചെല്ലുന്ന സമയത്ത് അല്ല നമ്മെ വെറുതെ വിടുമെന്ന് വിചാരിക്കല്ല. അല്ല നമ്മളെ വെറുതെ വിടുമെന്ന് വിചാരിക്കല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടുന്ന് പറയാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലൂടെ, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലൂടെ അല്ലാഹു തആല പഠിപ്പിക്കുകയാണ് നമ്മെ. മറ്റുള്ളവന്റെ സ്വത്തെങ്ങാനും നമ്മൾ അപകരിച്ചാൽ അല്ലെങ്കിൽ അവകാശികൾക്ക് കൊടുക്കാതെ പിടിച്ചു വെച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ നമ്മളെ പിടികൂടും. നിനക്ക് നരകം നിർബന്ധമാണ്, സ്വർഗ്ഗം നിനക്ക് ഹറാമാണ്, ആ സ്വർഗ്ഗത്തിൽ നീ കിടക്കൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാം. സ്വഹാബത്ത് അവിടുന്ന് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, ആ കട്ടത് അല്ലെങ്കിൽ കൊടുക്കാനുള്ളത് ഒരു ചെറിയതാണെങ്കിലോ നബിയെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ, നീ കൊടുക്കാനുള്ളത് ചെറിയൊരു അറാക്കിന്റെ കഷ്ണമാണെങ്കിൽ, പല്ലിൽ ഇങ്ങനെ കുത്തി കിടക്കുന്ന, പല്ലിന്റെ ഉള്ളിൽ ഇങ്ങനെ നമ്മൾ തോണ്ടുന്ന ആ പല്ല് തേക്കുന്ന അറാക്കിന്റെ ഒരു കഷ്ണമാണെങ്കിലും അങ്ങനെ തന്നെയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുക. അല്ലാഹു ബോധം തരട്ടെ, അല്ലാഹു നമുക്ക് ബോധം നൽകട്ടെ. ആമീൻ. അല്ലാഹുവേ, ഇതാണ് ഉമ്മ നമ്മുടെ ജീവിതം. അല്ലാഹു നമുക്ക് ബോധം തരട്ടെ, അല്ലാഹു നമുക്ക് ബോധം നൽകട്ടെ ഇൻഷാ അല്ലാഹ്. അതുകൊണ്ട് ഒരുപാട് ആളുകൾ നമ്മോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. ദുആയിലേക്ക് കടക്കുകയാണ്. അൽഹംദുലില്ലാഹ്, ഒരുപാട് ആളുകൾ നമ്മുടെ മജ്‌ലിസിന്റെ ലിങ്കൊക്കെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തിട്ടുണ്ട്, മറ്റുള്ളവരിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്, ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. അല്ലാഹു തആല എല്ലാവർക്കും അല്ലാഹു ഖൈറും ബറകത്തും അല്ലാഹു നൽകട്ടെ.